ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമുക്കൊരു കിടിലൻ വാൾ ഡെക്കർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ നമ്മളൊരു കാർഡ്ബോർഡ് പീസിനായിട്ട് റൗണ്ട് ഷേപ്പിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വോൾ പുട്ടിയാണ് കേട്ടോ. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ വെള്ളം ചേർത്തത് കുറച്ച് കൂടിപ്പോയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ പുട്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഇതുപോലൊരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ അതുമേലായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ടത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാതെ ചെയ്തു തുടങ്ങിയൊരു ക്രാഫ്റ്റ് വർക്കായിരുന്നു. പക്ഷേ അതിൻ്റെ ഫൈനൽ ലുക്ക് ശരിക്കും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഒരു വാൾ ഡെക്കറാണ്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് 1-2 ലീഫാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ കുരുമുളകിൻ്റെ ഇലയാണ് എടുക്കണേ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ലീഫ് എടുക്കാം കേട്ടോ. ഒന്ന് വലുതും പിന്നെ ഒന്ന് കുറച്ചുകൂടി സൈസ് കുറഞ്ഞ രീതിയിലുള്ളത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ അതുമേലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒരു ഇറുക്കിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാൾ പുട്ടി ഉണങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ആ ഒരു ചെറിയ ലീഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത രീതിയിൽ നമ്മളതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വരച്ചെടുക്കാം. ഇനി നമ്മൾ ആ ഇറുക്കിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഡിസൈൻ ഒന്നും പറയാനായിട്ടില്ല. ലീഫിൻ്റെ വെയിൻസ് ഉണ്ടല്ലോ അതിൻ്റെ രീതിയിൽ നമ്മളൊന്ന് വരച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് തെർമോക്കോൾ ബോൾസാണ് കേട്ടോ എടുക്കുന്നത്. അതും വലുതും ചെറുതൊക്കെ ആയിട്ടുള്ള രീതിയിലുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ലീഫിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുത്തില്ലേ അവിടെ ആയിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ആ ഒരു തെർമോക്കോൾ ബോൾസ് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ പശയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം ആ ഒരു വോൾ പുട്ടി ഉണങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അതുമേലായിട്ട് നമ്മളൊന്ന് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അത് ഇട്ട് പോകുമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഇറുക്കിൽ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഡിസൈനൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ലായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ ചെയ്തൊരു വർക്കായിരുന്നു. അങ്ങനെ ആ ഇറുക്കിൽ വെച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തു കേട്ടോ. അപ്പോൾ നമ്മളത് വെയിലത്ത് വയ്ക്കാൻ പോവാണ്. പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളതിന് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് ഇഷ്ടമുള്ള മെറ്റാലിക് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മെറ്റാലിക് കോപ്പറാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ഒന്ന് അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വാൾ ഡെക്കറിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഒരു അടിപൊളി വാൾ ഡെക്കർ കിട്ടിയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ദിവസം നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതുവരെയും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.